Okay. Control system just an introduction. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും കുറച്ചുകൂടെ ഇല്ലസ്ട്രേറ്റീവ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനാണ്. So what is a system? What is a control system? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യു ആർ ഗിവിംഗ് certain input. So that is a system. So what is a control system? Control system എന്ന് പറഞ്ഞാൽ it's an interconnection of components forming a system configuration. ഒരു ഡിസൈർഡ് സിസ്റ്റം റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ഡിസൈർഡ് സിസ്റ്റം റെസ്പോൺസ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം കോൺഫിഗർ ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ യു ഹാവ് ടു കൺട്രോൾ ദ ഔട്ട്പുട്ട് കൺട്രോൾഡ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള സിസ്റ്റം റെസ്പോൺസ് കിട്ടണം. നിങ്ങൾ ഓഡിയോ മ്യൂട്ട് ചെയ്യുക. ആരാണ് ഇപ്പോൾ ഓൺ ചെയ്തിരിക്കുന്നത് അയാൾ മ്യൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഡിസ്റ്റർബ്ഡ് ആകും. എൻ്റെ ഇത് കട്ടായി പോവും, ബാക്കിയുള്ളവർ കേൾക്കില്ല. എല്ലാവരും ഓഡിയോ മ്യൂട്ട് ചെയ്യുക. ഓഡിയോയും വീഡിയോയും മ്യൂട്ട് ചെയ്യാം. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ പറയാം. സോ ഇതാണ് ബേസിക് ഡെഫിനിഷൻ. ഞാനിത് ഈ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പവർ പോയിന്റ് എല്ലാം ഞാൻ ക്ലാസ് റൂമിലിടാം, അതുപോലെ തന്നെ മൂഡിലും ഇടുന്നതായിരിക്കും. Now, so what are the basic classification of control system? ഏറ്റവും ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, അതാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് ആൻ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? സോ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈർഡ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഇല്ലാത്ത ഒരു സിസ്റ്റം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ജസ്റ്റ് ഫാനിന് ഫീഡ്ബാക്ക് ഒന്നുമില്ല. ജസ്റ്റ് ഹാവിങ് ദ regulator, you are keeping the fixed voltage based on which you are getting the current limit ചെയ്യുക. ഒരു റെസിസ്റ്റർ വെച്ചുകൊണ്ട് കറണ്ട് ലിമിറ്റ് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു, അതേ ഉള്ളൂ. അതിന് ഫീഡ്ബാക്ക് ഒന്നുമില്ല. ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. സോ കമ്പയർ ഔട്ട്പുട്ട് ടു കമ്പയർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് വിത്ത് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് റെസ്പോൺസ്. അതാണ് സംഭവിക്കുന്നത്. നമുക്ക് ഡിസൈർഡ് ഔട്ട്പുട്ട് റെസ്പോൺസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില് ശരിക്കും കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റത്തിന്റെ മുന്നിൽ ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്നാണ് ശരിക്കും ചേർക്കേണ്ടതാണ്. എങ്കിലും കൺട്രോൾ സിസ്റ്റം എന്ന ഷോർട്ട് ഫോം ആണ് ശരിക്കും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ ദ കൺട്രോൾ സിസ്റ്റം. അതൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് കൺട്രോളർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് കൺട്രോളറാണ് ജെയിംസ് വാട്ട്, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച മഹാൻ. ഒരു ഫ്ലൈബോൾ ഗവേർഡ് 1769 സ്പീഡ് സ്റ്റീം എഞ്ചിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണിത്. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് മെറ്റൽ സ്ഫിയർ ഉണ്ട്. അപ്പോൾ അത് സ്പീഡ് ഗവേൺ ചെയ്തിട്ട് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇവിടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വാൽവ് സ്പീഡ് കൂടുകയാണെങ്കിൽ വാൽവ് അടയ്ക്കുന്നു, സ്പീഡ് കുറവാണെങ്കിൽ വാൽവ് തുറക്കാനുള്ളത്. ഇതിന് സ്പീഡ് കുറയുമ്പോൾ വെയിറ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റഡ് ആവുന്നു, അതനുസരിച്ചിട്ട് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ,
ഇതാണ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. റഷ്യയിലൊരു ഫ്ലോട്ട്, വാട്ടർ ലെവൽ ഫ്ലോട്ട് 1765 റഷ്യയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാധനം. ഈ ഫ്ലോട്ട് വെച്ചിട്ട് സാധാരണ നമ്മൾ ഇപ്പോൾ എല്ലാ വി ഗാർഡിൻ്റെയും അതുപോലെയുള്ള മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്ന പോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അത് തന്നെയാണിത്. ഫ്ലോട്ട് പോകുന്നതനുസരിച്ച് ഇവിടെ വാൽവ് തുറക്കുക അടക്കുകയും ചെയ്യുന്നു. അതനുസരിച്ചിട്ട് വെള്ളം വീഴുന്നു. ഓക്കെ, ഏറ്റവും ആദ്യത്തിൽ മനുഷ്യനെ ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ വാട്ടർ ലെവൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്ററിയാണ്, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം നിങ്ങളുടെ നോക്കിയാൽ മതി. അശ്വിൻ വന്നിട്ടുണ്ട്. ഇതിൽ 1769 1769 മുതലുള്ള ഹിസ്റ്ററി പറഞ്ഞു 2003 വരെയുള്ള, ദാറ്റ് ഈസ് നാനോ ടെക്നോളജി വരെയുള്ള മൈക്രോ മെഷീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വരെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്തുള്ള പല പേരും നിങ്ങൾക്കറിയാം. ഇതിനകത്ത് കൺട്രോൾ സിസ്റ്റത്തിന്റെ ആശാന്മാരാണ് ഇത്, ബോർഡ്, നൈക്കിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് പ്രഗത്ഭരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സയന്റിസ്റ്റുകളാണ് ഈ കൺട്രോൾ സിസ്റ്റം. അവരെല്ലാം മാത്തമാറ്റീഷ്യൻസ് കൂടിയാണ്. ബോർഡ് പ്ലോട്ട്, നൈക്കിസ് ക്രൈറ്റീരിയൻ, സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ എന്നൊക്കെ പറയുന്ന സാധനം ആണ് ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് കൺട്രോൾ സിസ്റ്റത്തിന്റെ. അപ്പൊ നിങ്ങൾ എവിടെ എന്ത് കൺട്രോൾ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നൈക്കിസ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ നൈക്കിസ് പ്ലോട്ടോ അതല്ലെങ്കിൽ ബോർഡ് പ്ലോട്ടോ സ്റ്റെബിലിറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പം അവരെല്ലാം മാത്തമാറ്റീഷ്യൻസ് ആണ്. ഇപ്പൊ കുറച്ചൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാനിത് കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം കളയുന്നില്ല. മോഡേൺ കൺട്രോൾ സിസ്റ്റത്തിൽ എന്താണ് മോഡേൺ കൺട്രോൾ സിസ്റ്റത്തിൽ? മോഡേൺ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു കാറിന്റെ കൺട്രോൾ, ഒരു സാധാരണ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലോ അല്ലെങ്കിൽ ടച്ചോ കൊണ്ടുള്ള റെസ്പോൺസ് കൊണ്ട് പോകേണ്ട വഴി ഏതാണോ എന്നുള്ളത് വെച്ചിട്ട്, വളവാണെന്നുണ്ടെങ്കിൽ ആ വളവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അതനുസരിച്ചിട്ട് സ്റ്റിയറിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ആക്ച്വൽ കോഴ്സ് ഓഫ് ട്രാവൽ സെറ്റ് ചെയ്യുന്നു. നമ്മൾ കാണിച്ചിരിക്കുന്ന ഇതാണ്, ഈ ബ്ലാക്ക് ആണ് ഡിസൈഡ് ട്രാവൽ എങ്കിൽ നമ്മുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ഇതായിരിക്കും. ഇപ്പം ശരിക്കുള്ള പാത്ത് ഇതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. സോ ദർ വിൽ ബി എൻ എറർ, ഒരു എറർ ഉണ്ടാവും എപ്പോഴും. ആ എറർ മിനിമൈസ് ചെയ്ത് എപ്പോഴും ഇതിലോട്ട് സെറ്റിൽ ചെയ്യുമ്പോഴാണ് കൺട്രോൾ സിസ്റ്റത്തിന് 100% അച്ചീവ്മെന്റ് കിട്ടുന്നത്. സോ ഒരു സെറ്റിലിംഗ് ടൈം ഉണ്ട് ഇതിനകത്ത്. ഇത് മുതൽ ഇവിടെ വരെ സെറ്റിൽ ചെയ്യാനൊരു സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഇതാണെങ്കിൽ ഡിസൈഡ് ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഇതാണെങ്കിൽ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് ട്രാവൽ. അപ്പൊ അതിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. അത് സെറ്റിൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സാധാരണ ഒരു ഓട്ടോമാറ്റിക് കാർ അല്ലാത്ത, ഇപ്പോഴുള്ള മാനുവൽ കാറാണ്, മാനുവൽ സിസ്റ്റമാണ്. നമ്മുടെ വിഷ്വൽ ആൻഡ് അതുപോലുള്ള ടച്ച് അതല്ലെങ്കിൽ ഹിയറിംഗ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ പാത്ത് സെറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫീഡ്ബാക്ക്. അത് വെച്ചുകൊണ്ട് നമ്മൾ ആക്ച്വൽ പാത്തിലോട്ട് നമ്മുടെ പാത്തിനെ നയിക്കുകയാണ് ചെയ്യുന്നത്. സോ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ എറർ വളരെ കൂടുതലായിരിക്കും. പിന്നെ പതുക്കെ നമ്മളെപ്പോഴും ഡിസൈഡ് പാത്തിലോട്ട് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ റോഡ് എങ്ങനെയാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. വിഷയം എന്താണ് പറയാനുള്ള? പറഞ്ഞോ, വിഷയനെ ഓപ്പൺ ആക്കിയിട്ട് പറയാം. അശ്വിൻ കേൾക്കാമോ? അശ്വിനെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാണേ പറയാം.
മിനിറ്റ്. അത് റീകണക്ട് ചെയ്താൽ ശരിയാവും നോക്കാം. ഓൾറൈറ്റ്, കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ ഈ വീഡിയോ ഇട്ടേക്കാം, ക്ലാസ് റൂമിലോ മൂഡിലോ ഇട്ടേക്കാം. ഓൾറൈറ്റ്, സോ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ കാണുകയും കേൾക്കുകയും ടച്ചോ അങ്ങനത്തെയുള്ള സെൻസറിന് പകരം നമ്മൾ ഒരുപാട് സെൻസർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ ഡ്രൈവർലെസ് കാർ പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ കുറെ സെൻസേഴ്സ് ഉണ്ട്. 7-8 സെൻസർ വെച്ചുകൊണ്ട് അതിന്റെ ട്രയൽ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബേസ്ഡ് ഓൺ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പല സ്ഥലങ്ങളിലെയും മാപ്പ് അതിനകത്ത് ഉണ്ട്. അത് വെച്ചുകൊണ്ട് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാറിന്റെ പാത്ത് കൺട്രോൾ ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ഇതുപോലെ ഒരുപാട് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട് ഇൻഡസ്ട്രിയിലുള്ള. ബെൻസിന്റെ കാറിന്റെ പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കാണണം. നിങ്ങൾക്ക് ഒരു കാറ് മുഴുവനായിട്ട് ഒരു റോബോട്ട് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മിക്കവാറുള്ള എല്ലാ കാർ പ്ലാന്റ്സിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലാണ് കൂടുതലും അസംബ്ലി യൂണിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോബോട്ടിക് അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ സെൻസേഴ്സ് ആണ് ബേസിക്സ്, സെൻസർ ബേസ്ഡ് ആണ്. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്ന ഒരു വേറൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ബോയിലറാണ്. ബോയിലർ ടെമ്പറേച്ചറും അതുപോലുള്ള പ്രഷറും ബാക്കിയെല്ലാം ചെക്ക് ചെയ്തിട്ട് അനുസരിച്ചിട്ട് ആക്ച്വലായിട്ട് ടർബൈൻ കറക്കി ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡിസൈഡ് ടെമ്പറേച്ചർ, പ്രഷർ ഇതെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ടെമ്പറേച്ചറും പ്രഷറും ഇതെല്ലാം മെഷർ ചെയ്തിട്ട് അതിന് ഡിസൈഡ് ആയിട്ട് വാൽവ്, ഫ്യൂവല്, എയർ, ഫീഡ് വാട്ടർ, ഇതെല്ലാം ഈ വാൽവ് തുറക്കുന്നത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പാരാമീറ്ററും വെച്ചുകൊണ്ട് ആക്ച്വൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചർ, പ്രഷർ, ഓക്സിജൻ ഇത് മൂന്നും മെഷർ ചെയ്തിട്ട് ഡിസൈഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് വാൽവ് തുറക്കും. ടൈം ടർബൈൻ കറങ്ങുന്നു, ജനറേറ്റ് ചെയ്ത് പവർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി പവർ ആയിരിക്കും, പവർ ജനറേഷൻ നടക്കും. ഇതാണ് ഒരു ഓട്ടോമാറ്റിക് പവർ ജനറേഷൻ സെറ്റപ്പ്. കണക്ഷൻ സ്റ്റേബിൾ എന്ന് പറയുന്നുണ്ട്. എനിവേ, അടുത്ത ഇവിടെ ഷുഡ് ബി മെഷർമെന്റ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ ഇവിടെ ഒരു മെഷർമെന്റ് വേണം. ആ മെഷർമെന്റിൽ ചെയ്യേണ്ട ആരാണ് മെഷർ ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഇപ്പൊ പ്രീ സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആക്ച്വൽ ആയിട്ടുള്ളത് കമ്പയർ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ അറേഞ്ച്മെന്റ്. ഒരു റോബോട്ടിക് ഹാൻഡാണ്. റോബോട്ടിക് ഹാൻഡിൽ ഇവിടെ ടച്ച് സെൻസർ അല്ലെങ്കിൽ പ്രഷർ സെൻസർ, കൂടുതലും പ്രഷർ സെൻസറാണ്. പ്രഷർ സെൻസർ വെച്ചിട്ട് ഒരു ബോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. ഒരു MIT-യുടെ ഡെക്സ്ട്രസ് റോബോട്ടിക് ഹാൻഡ് 18 degrees ഓഫ് ഫ്രീഡം ഉള്ള ഒരു റോബോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചിരിക്കുന്നത്. മിക്കവാറും 3 ഫിംഗേഴ്സും ഒരു തമ്പും ഹോൾഡ് ചെയ്യാനായിട്ട് തമ്പും വെച്ചിട്ടാണ്
കൈകാര്യം ചെയ്യും. ഇതിൽ പ്രഷർ സെൻസേഴ്സ് ഉണ്ടാവും, ഗ്രിപ്പിൽ പ്രഷർ സെൻസർ ഉണ്ടാവും, അതനുസരിച്ചിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇത് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിലാണ്. നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിയേക്കാളും കൂടുതൽ ഒരു എല്ലാ സ്ഥലത്തും കൺട്രോൾ സിസ്റ്റം ഉണ്ട്. നാഷണൽ ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിലും നാഷണൽ ഇൻകത്തിന്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നാഷണൽ ഇൻകം നമുക്ക് എന്താണോ ബഡ്ജറ്റ് പറയുന്ന ബഡ്ജറ്റ് പ്രൊവിഷനനുസരിച്ചിട്ട് വെക്കുന്ന ഡിസൈഡ് നാഷണൽ ഇൻകം ഉണ്ട്. ഇതാണ് ഔട്ട്പുട്ട് നാഷണൽ ഇൻകം. ഇതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് ടാക്സ് കളക്ഷൻ, ഇതുപോലെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ടാക്സ് കളക്ഷൻ ഒഴികെ അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു ഫീഡ്ബാക്ക് കൂടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് മെഷർ ചെയ്തിട്ട് എന്താണോ എന്നുള്ളതനുസരിച്ച് ഗവൺമെന്റ് അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു നാഷണൽ ഇൻകത്തിന്റെ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആയിട്ട് പറയാം. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് ഡിസൈഡ് ഉള്ളതനുസരിച്ചിട്ട് അതിനെ ഫീഡ്ബാക്ക് കിട്ടുന്നതിന് ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് മോഡൽ ചെയ്യും. ഗവൺമെന്റ് സ്പെൻഡിങ് ആണെങ്കിലും അതെ, ഗവൺമെന്റ് പോളിസി ആണെങ്കിലും അതെ, ഇതെല്ലാം മോഡൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതൊരു പറഞ്ഞ പോലെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലല്ലാതെ ഉള്ള ഒരു എക്സാമ്പിളാണ്. ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് കൺട്രോൾ സിസ്റ്റം? കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം കൺട്രോൾ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന കാര്യം റോബോട്ടിക്സിലാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി അതാണ്. അത് ഹാൻഡ് ടൂൾസ്, പവർ ടൂൾസ്, അതിന് റോബോട്ടിക്സിലെത്തി. മൈക്രോഫോൺ ഓഫ് ആക്കുക, അല്ലെങ്കിൽ അതിലോട്ട് സ്വിച്ച് ചെയ്യും, എന്നെ കേൾക്കാൻ പറ്റില്ല, മ്യൂട്ട് ചെയ്യുക എല്ലാവരും. അപ്പൊ ഫിക്സഡ് ഓട്ടോമേഷനിൽ ജസ്റ്റ് ഒരു അസംബ്ലി ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം റോബോട്ടിക്സിലോട്ടാണ് എത്തി നിൽക്കുന്നത്. ഈ റോബോട്ടിക്സ് ചെയ്യുന്ന എങ്ങോട്ടാണ് പോകുന്നത്? അത് ഇന്റലിജന്റ് സിസ്റ്റത്തിലോട്ടാണ് വരുന്നത്. ഇതാണ് ഇന്റലിജന്റ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. ഓഡിയോ മ്യൂട്ട് ചെയ്യുക ആരാണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഈ ഫിക്സഡ് സിസ്റ്റത്തിലും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റം, അപ്പൊ ഫിക്സഡ് ഓട്ടോമേഷനിൽ നിന്ന് ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോഴാണ് ഫ്ലെക്സിബിലിറ്റി കൂടുതൽ വരുമ്പോഴാണ് ഒരുപാട് പാരാമീറ്റേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഫ്ലെക്സിബിൾ ആക്കണം, സെൻസർ വേണം, വിഷൻ വേണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണം. ഇങ്ങനെയുള്ള ഇതാണ് പുതിയ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്. ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ലോകത്ത് റോബോട്ടിക് ബേസ്ഡ് ആണ്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ലേണിംഗ് പോലുള്ള കാര്യങ്ങൾ വരുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ ഇന്റർഫറൻസ് ഇല്ലാത്ത ജസ്റ്റ് പ്രോഗ്രാമബിൾ മെഷീൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അത് ഈ പേപ്പറിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞതാണ് ഹൗ ടു ഡിസൈൻ എ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ടു കൺട്രോൾ സംതിങ്. എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്? എന്തൊരു അസംബ്ലി ലൈൻ ആണെങ്കിലും എന്തൊരു പാരാമീറ്റർ ആണെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതിനെ കുറിച്ചാണ് ഈ ഒരു കൺട്രോൾ സിസ്റ്റം പഠിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത് മെക്കാട്രോണിക്സിലാണ്. മെക്കാട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഒരു കാറ് തന്നെ. ഫ്യൂച്ചർ കാഴ്സ് എല്ലാം വരാൻ പോകുന്നത്. അനിമോള് മ്യൂട്ട് ചെയ്ത്. അനിമോൾ
മിനിമോൾ മ്യൂട്ട് ചെയ്യാം. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, മെക്കാട്രോണിക്സ് ആണ് ഇനി വരാൻ പോകുന്ന യുഗം എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ റോബോട്ടിക്സ് ആണെങ്കിലും മെക്കാട്രോണിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. So these are some of the key elements of mechatronics. So physical system modeling, then signal processing, then computers and digital logic systems, then അതിന് associated ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, then sensors. ഇതെല്ലാം ഓരോ ഫീൽഡ്സ് ആണ്. അപ്പോൾ അതിൽ ഫിസിക്കൽ സിസ്റ്റം മോഡലിംഗിൽ കൺട്രോൾ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലാണ് ശരി കൺട്രോൾ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ, ഇതാണ് ഏറ്റവും ടോപ്പിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇവിടെയാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ റോൾ വരുന്നത്. ബാക്കിയുള്ള എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ദീസ് ആർ ദ എലിമെന്റ്സ് ഓഫ് എ മെക്കാട്രോണിക്സ്. ഓൾറൈറ്റ്, ഇനി ജസ്റ്റ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് പറയാണ്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ് ലൂപ്പ് സിസ്റ്റംസും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ, accurate, then easier to construct, less affected by noise, stable ആണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ക്ലോസ് ലൂപ്പ് സിസ്റ്റം മോർ സ്റ്റേബിൾ ആണ്. ബട്ട് ചിലപ്പം ക്ലോസ് ലൂപ്പ് സിസ്റ്റം അൺസ്റ്റേബിൾ ആവാം, ഓസിലേറ്ററി ബിഹേവിയർ ആവാം, ബേസ്ഡ് ഓൺ ദ പോളാരിറ്റി, അല്ലെങ്കിൽ എന്താ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ എന്നതനുസരിച്ചിട്ട്. സോ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സിസ്റ്റം ആണെന്ന് പറയാം. Okay, so what are the disadvantages of open loop and closed loop systems? Inaccurate, unreliable ആണ്, inaccurate ആണ്. ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. റിലയബിലിറ്റി കുറവാണ്. ക്ലോസ് ലൂപ്പ് സിസ്റ്റം അതുപോലെ കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലി ആണ്. അതാണ് പ്രശ്നം. ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഓസിലേറ്ററി ആകാം, പോസിറ്റീവ് ആണെങ്കിൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. ദെൻ സ്റ്റേബിൾ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്യാൻ കെയർ ഷുഡ് ബി ടേക്കൺ. ജസ്റ്റ് കമ്പാരിസൺ ആണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വെച്ചുകൊണ്ട്. ഇല്ല, വേറൊരു കുറച്ച് എക്സാമ്പിൾ കൂടെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള സാധനമാണ്. ഒരു ഓപ്പൺ ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സെൻസർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ടെമ്പറേച്ചർ നോക്കിയിട്ട്, ഇവിടെ ഫീഡ്ബാക്ക് ഇല്ല, ഇതിനകത്ത് ഫീഡ്ബാക്ക് ഒന്നും കാണില്ല. ജസ്റ്റ് സെൻസർ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ഇലക്ട്രിക് ഫർണസിന്റെ A to D കൺവേർട്ടർ വഴി ഇന്റർഫേസ് ചെയ്ത് ഡിജിറ്റൽ ഡിസ്പ്ലേയിലോട്ട് കൊടുക്കുന്നു. ഡിസ്പ്ലേ അനുസരിച്ചിട്ട് സപ്ലൈ ഇവിടെ കൊടുത്തിട്ട് ചൂടാക്കുന്നു, അതല്ലെങ്കിൽ ഓഫാക്കി ഇടുന്നു. അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാനുവലായിട്ട് റിലേ കൺട്രോൾ യൂണിറ്റ് വെച്ച് സ്വിച്ച് ചെയ്തിട്ട് സപ്ലൈ ഓൺ ആക്കി ഇടുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഒന്നും ഇല്ല. ഒരു ഹ്യൂമൻ ഇന്റർഫേസ് ഇവിടെ വേണം. ഹ്യൂമൻ ആണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ നോക്കുന്നു, അതനുസരിച്ച് AC സപ്ലൈ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? നമ്മളൊരു റെഫറൻസ് ഇൻപുട്ട് കൊടുക്കണം, എന്താണ് ഡിസൈഡ് ടെമ്പറേച്ചർ വേണ്ടത്. ഓക്കെ, അത് അനുസരിച്ചിട്ട് യു ആർ കമ്പയറിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ദ ഇലക്ട്രിക് ഫർണസ്. സെൻസർ വഴി കിട്ടുന്ന ടെമ്പറേച്ചറും കൺട്രോളറിൽ കൊടുക്കുന്ന ഇൻപുട്ട് റെഫറൻസ് ടെമ്പറേച്ചറും കൂടി കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. അതനുസരിച്ചിട്ട് ഇവിടെയാണ് ഇതാണ് ഹ്യൂമണിന്റെ, നേരത്തെ അവിടെ ഹ്യൂമണിന്റെ റോള് ഏറ്റെടുക്കുന്നു. സോ യു ആർ സാമ്പിളിംഗ് ദ furnace temperature, then comparing with the reference input, then അതനുസരിച്ചിട്ട് റിലേ ആക്കുന്നു, ഓഫ് ആക്കുകയും ചെയ്യും. ഇതാണ് ഒരു ക്ലോസ് ലൂപ്പ് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ
AC കാറിൻ്റെ ഓട്ടോമാറ്റിക് ACയിലൊക്കെ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ സാമ്പിൾ ചെയ്യുക, സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ കമ്പയർ ചെയ്യുക, അതനുസരിച്ചിട്ട് ഫാനിൻ്റെ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ കംപ്രസർ ഓൺ ആവുക, ഓഫ് ആവുക. ഇതൊരു ലൈവായിട്ടുള്ള എക്സാമ്പിളാണ് പറയാനുള്ളത്. സോ ഐ തിങ്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഫോർ ദ ടൈം ബീയിങ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചു പോകാം. ഇതുവരെ ക്ലാസ് ജോയിൻ ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ലേറ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കും. കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ആദ്യം പറഞ്ഞത്. ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് പിക്ചോറിയൽ ആൻഡ് റെപ്രസെൻറ്റേഷൻ. സോ ദർ ഇസ് നോ ഫീഡ്ബാക്ക് ഹിയർ. ആൻഡ് ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഉണ്ട്. ഔട്ട്പുട്ട് ചെയ്യുന്നു, സാമ്പിൾ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. കൺട്രോൾ സിസ്റ്റത്തിൽ ബേസിക്കലി ഡീൽസ് വിത്ത് ഫീഡ്ബാക്ക് സിസ്റ്റം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. ജെയിംസ് വാട്ടിൻ്റെ ഫ്ലൈ ബോൾ ഗവർണർ എന്ന് പറഞ്ഞ് 1769 ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ സ്പീഡ് അനുസരിച്ചിട്ട് സ്പീഡ് കുറയുകയാണെങ്കിൽ വാൽവ് തുറക്കാൻ, സ്പീഡ് കൂടുകയാണെങ്കിൽ വാൽവ് അടയ്ക്കാനുള്ള ഒരു സിമ്പിൾ സിസ്റ്റം. ഇത് 1769 ഉണ്ടായിരുന്നതാണ്. 1765 ഏറ്റവും ആദ്യത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വാട്ടർ ലെവൽ ഫ്ലോട്ട് റെഗുലേറ്റർ ഉണ്ടായിരുന്ന വാൽവ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനുള്ള ഈ ഫ്ലോട്ട് വെച്ചിട്ട്. ഇത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം. ജസ്റ്റ് ബ്രീഫ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി. മോഡേൺ കൺട്രോൾ സിസ്റ്റത്തിൽ ക്ലോസ് ലൂപ്പും ഓട്ടോമാറ്റിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പും ഉണ്ട്, ക്ലോസ് ലൂപ്പും ഉണ്ട്, ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. നമ്മൾ കാർ ഓടിക്കുന്ന ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം വഴിയാണ്. പക്ഷെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ സാമ്പിൾ ചെയ്തിട്ട് നമ്മളാണ് കമ്പയർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ പുതിയ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിൽ വിൽ ഹാവ് ദ സെൻസർ അറേ. അത് വെച്ചുകൊണ്ട് ഗൂഗിൾ കാർ പോലുള്ളതൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ. അത് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ്. ദെൻ ഒരു പവർ ജനറേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ദെൻ ഇവിടെ കമ്പ്യൂട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. മെഷർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്ന, കമ്പയർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്. ദെൻ റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞു. പ്രഷർ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വലായിട്ട് ഇങ്ങനെയാണ് ഒരു റോബോട്ടിക് ആം വർക്ക് ചെയ്യുന്നത്. ദെൻ ടെക്നോളജി മാത്രമല്ല, ഒരു ഫൈനാൻസ് സെക്ടറിലും ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം തന്നെയാണ് പ്രാക്ടിക്കലായിട്ട് റൺ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദ നമ്മുടെ റവന്യൂ അനുസരിച്ചിട്ട് ഗവൺമെൻറ് പോളിസീസ് ചേഞ്ച് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ്. ദെൻ ഫ്യൂച്ചർ റെഗുലേഷൻ ഓഫ് കൺട്രോൾ സിസ്റ്റം, ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഫിക്സഡ് ഓട്ടോമേഷനിൽ നിന്ന് പ്രോഗ്രാം ഇന്ത്യൻ സിസ്റ്റത്തിലൊന്നുമാണോ ഫ്ലെക്സിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. മെക്കാട്രോണിക്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മെക്കാട്രോണിക്സിൻ്റെ യുഗമാണ് വരുന്നത്. അതിൻ്റെ കീ എലിമെൻറ്റ്സ് എന്താണെന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. Then just a comparison between open loop and closed loop systems in terms of advantages and disadvantages. So the exam point of view നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. Then examples, open loop control system എക്സാമ്പിൾ ഹ്യൂമൻ ഇന്റർഫേസ് ആണ് ഇവിടെ. ഇതിന് പകരം ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ യു ഹാവ് ദ കൺട്രോളർ, ഒരു മൈക്രോ കമ്പ്യൂട്ടർ യൂണിറ്റ് ആയ എംബഡ് സിസ്റ്റം, അതിൽ D2A കൺവേർട്ടർ, ആംപ്ലിഫയർ എന്നുള്ള ചേർത്തുകൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാനിടാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കീ ആയിട്ടുള്ള എലിമെൻറ്റ്സ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് ബ്ലോക്ക് ഡയഗ്രാം, അടുത്ത ക്ലാസ്സിൽ ഉള്ളത് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ, ദെൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങൾ
നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് ബ്ലോക്ക് ഡയഗ്രം അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടാമത്തെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആണ്. ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ബോർഡ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. എന്താണ് ബ്ലോക്ക് ഡയഗ്രം, ബ്ലോക്ക് ഡയഗ്രം എന്താണ്, അത് വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരു മീഡിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡെറിവേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണെന്നല്ല പറയാം. അതിൻ്റെ എങ്ങനെ ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്തിട്ട് റിഡക്ഷൻ നടത്തിയിട്ട് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ ഒരു സിസ്റ്റത്തിൻ്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിഡക്ഷൻ ആണ്. നിങ്ങളുടെ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ട്, അതിനിടയ്ക്കുള്ള ഒരു ബോക്സ് എന്താണ്, ആ ബോക്സിനകത്ത് നമ്മൾ സിഗ്നൽ പ്രോസസിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ യു ആർ ഡിറൈവിംഗ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ വാട്ട് ഈസ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, ഒരു ഇൻ്റഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രേറ്ററിൻ്റെ പാരാമീറ്റേഴ്സ് ഇതെല്ലാം ഡിറൈവ് ചെയ്യുക. അപ്പോൾ ആ ബ്ലാക്ക് ബോക്സ് എന്താണ്, അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇത് രണ്ടാണ് പറയാനുള്ളത്. സോ അപ്പോൾ അടുത്ത ക്ലാസ് നാളെ എപ്പോഴാണെന്നുള്ള ടൈം ടേബിൾ പ്രകാരം സൂം മീറ്റിങ്ങോ എങ്ങനെയാണെന്നുള്ള അനൗൺസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ക്ലാസ് റൂമിലിടാം, മൂഡിലിടാം. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ക്വിസ് ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ കേട്ടൊന്നും കണ്ടൊന്നും അറിയാനായിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും, ഒരു അസൈൻമെൻറ്റ് പോലെ. ഓക്കെ, സോ താങ്ക് യു. മീറ്റിംഗ് എൻഡ് ചെയ്യാണ് തൽക്കാലം. നിങ്ങളുടെ വീഡിയോ ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് കിട്ടില്ല. അനിമോള് വീഡിയോ ഓഫ് ആക്കണം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ബാൻഡ്വിഡ്ത്ത് അനുസരിച്ച് എൻ്റെ ബാൻഡ്വിഡ്ത്ത് ഇടയ്ക്ക് എൻ്റെ അൺസ്റ്റേബിൾ ആവുന്നത്. ഞാൻ റിലയൻസ് GFI ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കേട്ടിരുന്നോ കണ്ടിരുന്നോ കാണാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവർക്കും ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇട്ടേക്കാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ 5 മിനിറ്റ് ബ്രേക്ക്. അടുത്ത ക്ലാസ്സിൽ 9:00-അല്ലേ പറഞ്ഞു ടീച്ചർ? നിങ്ങൾ പവർ പോയിന്റ് കാണാൻ പറ്റിയല്ലോ അല്ലേ? കാണാൻ പറ്റി. ഓക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം, നാളെ പറയാം. അത് ഷെഡ്യൂൾ ചെയ്തിട്ട് സൂം മീറ്റിംഗ് തന്നെ ഇടാം. തൽക്കാലം ഞാൻ പോട്ടെ, സൂം മീറ്റിംഗ് തന്നെ പോവാം. ബാക്കി പിന്നെ പറയാം. ഓക്കെ സാർ.